വർത്താനം പറഞ്ഞ ആൾക്കാരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ഒക്കെ ആയിരിക്കാം ആൾക്കാർക്ക് accept തീർച്ചയായിട്ടും ചെയ്യാൻ തോന്നിയത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെ തെറി പറയുന്നവരുണ്ടാവും സ്റ്റേജിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ തിരിച്ചു പറയില്ല, താങ്ക് യു മുത്തേ പറയും. ചിലപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാണുന്നുണ്ടാവും. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അത് അദ്ദേഹത്തിൻ്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. തിരിച്ച് നമ്മളത് പറയുമ്പം ആ ഒരാളെ തിരിച്ചു പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ പറഞ്ഞതിന് തുല്യമാണ്. മാക്സിമം മിണ്ടാണ്ടിരിക്കുക. ഞാൻ അതെൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് നീ തെറി പറഞ്ഞിട്ട് തിരിച്ചു പറയാത്തതെന്ന് വെച്ച് ഞാൻ ഒരു ഇത് കേട്ടാലും 5000 കിട്ടൂലെന്ന് വെച്ചു. അന്നത്തെ ഇല്ല, കാരണം മറ്റേതൊക്കെ പോവും, അതും പോവും ഇതും പോവും, മൊത്തം പ്രശ്നവും. സൈലന്റ്. അവൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മറ്റേ പാട്ട് എന്നെ ഒന്ന് പ്രേമിച്ചാൽ എൻ്റെ അടി പൂങ്കരളേ അസാനല്ലേ? ഈ പാട്ട് നിങ്ങൾ ഇപ്പൊ ഈ വരി എടുത്ത് പാടണമെങ്കിൽ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഒത്തിരി പ്രാവശ്യം കാരണം അതിന്റെ ഇടയ്ക്കുള്ള വരിയാണ്. പക്ഷെ വരി ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇടയ്ക്കുള്ളത് എടുത്തിട്ട് പറയുമ്പോൾ കുറച്ച് പണിയല്ല. നമ്മൾ പഠിച്ചൊരു പുസ്തകത്തിൽ നിന്ന് ഫസ്റ്റും കിട്ടും ലാസ്റ്റും കിട്ടും. അതിന്റെ നടുക്കുന്ന് കിട്ടണമെങ്കിൽ സമ്മതിച്ച്. അല്ല, അത് നടുക്കുള്ളതാണ് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നത്. മറന്നോ? നമ്മളുടെ മുന്നിലിരിക്കുന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. അതെ അതെ അതെ. അത് എനിക്കിപ്പോ ഫസ്റ്റ് ഓർക്കുമ്പോൾ മണ്ണും മഴയാണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ റീകളക്ട് ചെയ്യേണ്ടി. മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫിക്സ് ആണ്. അത് കിടപ്പുണ്ട്. അത് നമ്മൾ അന്ന് കേട്ടത് ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ആ പാട്ട് ഉണ്ടാവാൻ കാരണം അന്ന് ഞാൻ മിമിക്രി ഷോയ്ക്ക് പോകുന്നുണ്ട്. പാട്ട് ക്ലിക്കായിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എടപ്പാൾ ഒരു ക്ലബിൻ്റെയോ ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമിന് പോണ സമയത്ത് ഞാൻ കയറിയ വണ്ടിക്കകത്ത് കൊട്ടാരമുറ്റത്തെ പൂക്കളടർന്ന് മാനത്തെ മാരിവില്ലെങ്ങു നിറഞ്ഞ് നിത്തന്നം പാറുന്ന കാറ്റിൽ മറഞ്ഞ് കാറ്റിൽ മറയുന്ന രാമനെ കണ്ട് കൺകുളിരല്ലേ കാവനല്ലേ എന്നിൽ വരില്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ ഈരിപ്പുണ്ട് രവിച്ചിടല്ലേ ദിന. ഈ പാട്ടിട്ട് അപ്പോൾ ഞാൻ കത്തി. ഞാൻ എൻ്റെ കടയിൽ എപ്പോഴും ഈ പാട്ടിടും. അപ്പോൾ ഞാൻ ആരോടോ വന്ന് പറഞ്ഞു ഈ ട്യൂണിന് എന്തോ ഒരു മാസ്മരികതയുണ്ട്. അടുത്ത ഷോയ്ക്ക് പോവാണ് ഷാഫിയുടെ കൂടെ. ഷാഫിയെ പുതിയൊരു കൺസെപ്റ്റ് കിട്ടിയിട്ട് പറഞ്ഞു. എന്താ മോനെ പറയുമായിരുന്നു, ഇന്നതാണ് ട്യൂണ്, അതായത് നല്ല ട്യൂണാണല്ലോ, എന്താ വിഷയം വേണ്ടെന്ന് വെച്ച് ഹോട്ടലിൽ കയറി. പിന്നെ പറഞ്ഞു പ്രേമം, പ്രണയത്തെ കുറിച്ചിട്ടാണ് വേണ്ടത്. പക്ഷേ ഷാഫിക്ക് ഒരു വല്ലാത്ത കഴിവുണ്ടായിരുന്നു. എന്താണോ പറയണത് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഡബിൾ അവൻ്റെ മൈൻഡിൽ കത്തി കറങ്ങിയിട്ട് സ്പോട്ടിൽ തന്നെ ഇട്ട് അപ്പം തന്നെ പാടി തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പോട്ടിൽ പാട്ട് എഴുതി തരാറുണ്ട് പല പാട്ടുകളും. അന്ന് പാടി എഴുതി തന്ന പാട്ടാണ് മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും. അത് എഴുതി കഴിഞ്ഞപ്പം നേരെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി ശശി കൃഷ്ണ ഗിറ്റാറിസ്റ്റ് പുള്ളി ചെയ്ത് കുറച്ച് റാപ്പ് വെർഷനും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മൾ ഗുണ്ടിൽപേട്ട പോയി ഷൂട്ട് ചെയ്തു. ആ പാട്ട് ഇറങ്ങലും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ അന്ന് എറണാകുളത്ത് വന്നിട്ടാണ് ചെയ്യുക. ഇവിടെയാണ് ലാബിൽ പ്രിൻറ്റിങ്, കാസറ്റ് സംഭവങ്ങൾ, റിയാന് കാര്യങ്ങളൊക്കെയാണ്. ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓട്ടോക്കാർ ഏറ്റെടുത്ത്. അന്ന് ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ബൂമിട്ട് അത് ഏറ്റെടുത്ത് പാട്ട് ക്ലിക്കായി കാസറ്റ് ചിലവാകാൻ തുടങ്ങി. വീണ്ടും നമ്മൾ അപകടത്തിലേക്ക്, അടുത്ത ഹിറ്റ്. അത് കഴിഞ്ഞ് ഒരു ക്ലബ്ബിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ പോലീസുകാർ വരുന്നു എൻ്റെ അടുത്ത്, ഷാപ്പിൻ്റെ അടുത്ത്, ഈ പാട്ട് പാടാൻ പറ്റില്ല, ഇതിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയും. അതിൽ രണ്ടുപേരും ശരിക്കും ഷോക്കായി പോയി, ഇതെന്താ വിഷയം എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ പരാതി കാണിച്ചെന്ന്, സംഭവങ്ങൾ കാണിച്ചെന്ന് നമ്മൾ പറയാണ്. അന്ന് വല്ലാത്ത ചങ്കൂറ്റാന്ന്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. ഷാഫിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ആ പാട്ട് പക്ഷേ നമ്മൾ അവിടെ പാടി. ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പാട്ട് പ്രാദേശിക ചാനലിലൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പം അത് അടിച്ചു പൊളിക്കും, വ്യാജ കോളുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം അതൊക്കെ പിടുത്തം കിട്ടി, എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ. പക്ഷേ ഹിറ്റാവേണ്ട പാട്ട് ഹിറ്റാവുക തന്നെ ചെയ്തു. ഇന്നും ആ പാട്ട് എടുത്ത് പാടാൻ തുടങ്ങി. എനിക്ക് ഷാഫി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്കാണത്. കാരണം അന്നുണ്ടായിരുന്ന പാട്ട് എഴുത്തുകാരൊന്നും ഉപയോഗിക്കാതിരുന്ന കുറെ വാക്കുകൾ അവന് ഉപയോഗിച്ചു. ഷാഫി രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്തില്ലേ, റീഷൂട്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തോ? ഞാൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ വർക്കൊക്കെ വേറെ മില്ലേനിയത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ റീഷൂട്ട് ചെയ്തു. ഷാഫി വെച്ച് തന്നെ ചെയ്യാൻ. പക്ഷെ അതിന്റെ തുടക്കക്കാരൻ എത്ര ഷൂട്ട് ചെയ്താലും അതിന്റെ ആ ഒരു കുടം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതിപ്പോഴും കിടപ്പുണ്ട്. അതാ അങ്ങനെ തന്നെ. അത് പാടാം. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും കൂവും കുയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കരളിൽ കതിരിട്ട പ്രേമം, മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പെണ്ണെ എന്നെ പ്രേമിച്ചാൽ എന്തേടി പൂങ്കരളേ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി, പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടുംചതിയിൽ വീഴ്ത്തിടും. അറിവുള്ള കവികൾക്കെല്ലാം
ചേലുള്ള കവിത കൊടുത്ത പ്രേമം, ആ ഒരു ഭാഗത്താണ് ഞാൻ അഭിനയിച്ചത്. അതാണ് അത് എടുത്ത് പാടി. ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് മറന്നുപോയി. ഒരു സ്ഥലത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, മാപ്പാക്കണം. ശരിക്കും ഈ ലോക്കൽ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു സൈഡിൽ നിന്ന് വിമർശനം ഉണ്ടായത്. പക്ഷേ ലോക്കൽ പാട്ടുകൾ എന്ന് തന്നെയാണ് അതിനൊരു അംഗീകാരവും കിട്ടിയത്. തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള ചില വാക്കുകളും ഒരു പ്രാദേശികതയും ഒരു ടോണും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വലിയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ വളരെ എന്താ പറയുക ബൗദ്ധികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത് കണ്ടെത്തുന്ന സമയത്തൊക്കെ ഇതിനൊരു അംഗീകാരം വളരെ കുറവായിരുന്നു. നെഗറ്റീവായിട്ടാണ് ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നത്. അന്ന് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രൗഡില്ലേ? ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് കിട്ടാതിരുന്ന അംഗീകാരവും സ്നേഹവും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇപ്പൊ കിട്ടിയപ്പോൾ അതിലും വലിയ സന്തോഷമില്ല. കാരണം അന്ന് ഇറക്കിയ വർക്കുകളൊക്കെ ഇന്ന് കിടക്കണം. പിന്നെ സാധാരണക്കാർ മാത്രമല്ല, ശരിക്കും ഇതിന്റെ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരൊക്കെ ഇതിനെ ആ പ്രാദേശികതയെ ഉൾക്കൊണ്ട പാട്ടുകളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞതിൽ ഒരൊറ്റ കണ്ടന്റ് ഉണ്ട്. അന്ന് നമ്മൾ ഇതിനകത്ത് പ്രേമം ഇട്ടപ്പോൾ നമ്മളെ അടുത്ത് കമ്പിപ്പടാണോന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ പേരിട്ടിട്ട് പടം വന്നു. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു ചോദിച്ച്, കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ അളിയാ വന്നിക്കുന്നതാ, അത് സൂപ്പർ ഹിറ്റ്, അത് ഹിറ്റ് പടം. അപ്പോൾ അന്ന് നമ്മൾ പേരിടുന്നതിൽ ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ശ്രദ്ധിക്കും. കാരണം അവിടെ നിന്ന് ബസ് കയറിയിട്ടും കാറിലും ഒക്കെ എറണാകുളത്ത് വന്നിട്ട് ഇതിന്റെ ബാക്കിലാണ് സാസ് അനിയേട്ടന്റെ ഡിസൈൻ ചെയ്യാൻ വരുന്നത്, പ്രിന്റ് അടിക്കാൻ വരുന്നത് കുഞ്ഞുമോനക്കരുടെ അടുത്ത് റിയാലിൽ. അപ്പോൾ ആ ഒരു ലൈഫിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് കിട്ടാതിരുന്ന് അതൊക്കെ ഇന്ന് വളരെ കുറഞ്ഞ ദിവസത്തിൽ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയായി. ഫേസ്ബുക്കിൽ ശരിക്കും ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അന്ന് അത്രയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അന്ന് അത്രയും ഇതായിരുന്നില്ല. ഒരു വൈഡർ ഓഡിയൻസിന് നമുക്ക് യൂട്യൂബിൽ കിട്ടില്ലായിരുന്നു. അത് ടെലിവിഷനായിരുന്നു പ്രധാനപ്പെട്ട. ആ കാലഘട്ടത്തിൽ ടെലിവിഷനിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജലാല് ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു ഒരു ഷോയിൽ. പക്ഷെ ഇന്ന് അത് സഹതപിക്കുന്നില്ലേ? റിഗ്രറ്റ് അല്ലേ? ഭയങ്കര സംഭവം. നമ്മള് വണ്ടി ഓടി അടിപൊളി അല്ല, മണിയമ്പുള്ള രാജചേട്ടന്റെ ഷോയിൽ പോയിരുന്നില്ല, ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഫേസ്ബുക്കിനെ കുറിച്ച് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും സംസാരിക്കാനാണ്. എന്നെ അതിന്റെ നല്ല വശങ്ങൾ സംസാരിപ്പിക്കാനാണ് റൈറ്റ് സൈഡിൽ ഇരുത്തിയത്. എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് മൊത്തം അതിന്റെ മോശം വശങ്ങളാണ്. അവസാനം മൊത്തത്തിൽ അത് ക്ലാഷ് ആയിട്ട് തകടം പറഞ്ഞു. ഞാൻ തന്നെ എന്താ പറയേണ്ടതെന്നുള്ളത് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: അന്ന് ഫേസ്ബുക്കിനകത്ത് ആരും പ്രൊഫൈലും പേരും വെളിപ്പെടുത്തൂല, ഒളിഞ്ഞു നിന്ന് വെടിവെക്കണ പരിപാടിയാണ്. അതിനെതിരെ ഞാൻ സംസാരിച്ചു. അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടി വലിയ നേതാവിന്റെ ഫോട്ടോ വെച്ചിട്ടും വേറെ പേരിലുമാണ് ഫേസ്ബുക്ക് ഉപയോഗിച്ചത്. ഞാൻ അവിടെ ചോദിച്ചത് എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതായത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒളിഞ്ഞു നിന്നിട്ട് ഞാൻ ഇന്ന ആള് എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വാ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വരാൻ പോണ കാലഘട്ടം എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിൻ്റെ മൊത്തം എല്ലാ സ്വകാര്യതകളും എല്ലാ ഡീറ്റെയിലുകളും എല്ലാ കൺട്രോളും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആരാണോ ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിലാണ്. നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് പ്രതിഷേധം അറിയിക്കണമെങ്കിൽ അവർക്ക് തോന്നിയാൽ അവരത് കട്ട് ചെയ്യും. നമുക്കത് അറിയിക്കാൻ പറ്റാതെ വരും. അതായത് നമ്മൾ എന്ത് പറയണമെന്ന് ഇനി ആര് തീരുമാനിക്കും? ഇതിന്റെ പിന്നിലിരിക്കുന്നവർ തീരുമാനിക്കും എന്നാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. എന്റെ ചോദ്യം പോയി പോട്ടെ, അതല്ല ഞാൻ ക്ഷമിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ,